അങ്ങനെ കരിമീൻ ഗ്രില്ല് സെറ്റായിട്ടുണ്ട്. ഹലോ അപ്പോൾ നമുക്ക് ഇന്ന് വല വീശിയപ്പോൾ കുറച്ച് കരിമീനെ കിട്ടിയായിരുന്നു. അപ്പോൾ നമുക്ക് അതിനകത്ത് കുറച്ചെണ്ണത്തിനെ പൊള്ളിക്കുകയും ചെയ്യാം, കുറച്ചെണ്ണത്തിന് ഗ്രില്ലും ചെയ്യാം. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് കുക്കിംഗ് വീട്ടിലിട്ടോ. ഓക്കെ, ഇതാണ് കേട്ടോ വീശി കിട്ടിയ കരിമീൻ. കുറച്ചെണ്ണത്തിനെ നമുക്ക് ഗ്രില്ലും ചെയ്യും, കുറച്ചെണ്ണത്തിനെ പൊള്ളിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ആദ്യം പൊള്ളിക്കാൻ വേണ്ടി ആദ്യം കുറച്ച് കരിമീൻ ഹാഫ് ഫ്രൈ ചെയ്യാം. ഓക്കെ, നല്ല ചെറിയ കരിമീൻ. ഞാൻ എത്രണ്ണം പൊളിക്കാൻ പറ്റുമോ? പറ്റുള്ളൂ. ഇതുപോലെ എല്ലാം പൊള്ളിക്കണം അല്ലേ? ലോ ഫ്ലെയിമിലാണ്. അപ്പം ഗ്രില്ല് ചെയ്യാനുള്ള കരിമീൻ ഇത്. അപ്പോൾ നമ്മൾ കനലിലോട്ട് വെക്കാൻ പോകും കേട്ടോ. വെച്ചു അവിടെ ഇരിക്കത്തില്ലേ? നമുക്ക് കുറച്ച് ബട്ടർ ഇതിനകത്ത് നല്ലപോലെ ഇത് ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടി ബട്ടർ ഇങ്ങനെ തളിച്ചു കൊടുക്കാം കേട്ടോ. മതിയോ? അങ്ങനെ ലാസ്റ്റ് കരിമീനും ഷാലോ ഫ്രൈ ചെയ്ത് കഴിഞ്ഞോ. ഇനി അതും കൂടി എടുത്ത് മാറ്റാം. ചെയ്തു എല്ലാം അടിപൊളിയായിട്ട് വറുത്തിട്ടുണ്ട്, ഷാലോ ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത മസാല ഉണ്ടാക്കാൻ പോകും. ഇപ്പോൾ നമ്മളിനി അടുത്ത മസാല ഉണ്ടാക്കാൻ പോകണേ. ചോപ്പ് ചെയ്തെടുത്ത സവോള, അതുപോലെ ചോപ്പ് ചെയ്തെടുത്ത തക്കാളി, പിന്നെ 2 പച്ചമുളക് നടുക്കായി ചെയ്തല്ലേ, ഒന്നേ ഉള്ളൂ. മീൻ വറുത്ത അതേ എണ്ണയായിട്ട് ഉപയോഗിക്കും. ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. അതന്നെ ചെറുതായിട്ട് മൂക്കണം, എന്നിട്ട് അടുത്ത തക്കാളി ഇടും. അതെല്ലാം ഒരുമിച്ചാണ്. തക്കാളിയുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കണം. ഇപ്പോൾ സവോള ഏറെക്കുറെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി കീറിയ പച്ചമുളക് ഇട്ടു, തക്കാളി. അപ്പോൾ അതും നടക്കട്ടെ. അപ്പോൾ നമ്മുടെ ഗ്രില്ല് എന്തായാലും നോക്കിയിട്ട് കേട്ടോ. നമ്മുടെ ഗ്രില്ലിപ്പോൾ അതിൻ്റെ അടിപൊളിയായിട്ട് കുക്കും ചെയ്യും കേട്ടോ. ഏറെക്കുറെ കുക്കായിട്ടുണ്ടല്ലേ? ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റാണ്. മുളക് പൊടി പോരട്ടെ, 1 സ്പൂണേ ഉള്ളൂ. നമ്മുടെ എരിവിനനുസരിച്ച് വേണമെങ്കിൽ ഇടാം. വേണം. പെരുംജീരകം കുരുമുളക് പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. ശകലം മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടി അവിടെ അങ്ങനെ കരിമീൻ ഗ്രില്ല് ചെയ്തിട്ടുണ്ടേ. നമുക്ക് എടുത്ത് മാറ്റാനായിട്ട് ഓക്കെ. അങ്ങനെ കരിമീൻ ഗ്രില്ല് സെറ്റായിട്ടുണ്ട്. അയ്യ, ഇതന്ന് വല വീശിയപ്പം കുത്തുവല വെച്ചപ്പം കിട്ടിയ കരിമീനല്ലേ, വലിയ കരിമീൻ. 1 2
ലാസ്റ്റ് വൺ 5 പോരട്ടെ 5 വേണ്ട അത്യാവശ്യം കുഴപ്പമില്ല നല്ലപോലെ കുക്കായിട്ടുണ്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ട് നമ്മൾ വാഴയുടെ നാര് കൊണ്ട് തന്നെ ഇട്ട് കെട്ടും കേട്ടോ എരിവ് പറ്റരുത് അടുത്തതുപോലെ ആദ്യം കുറച്ച് മസാല ഇടുക ഇതുപോലെ അതിൻ്റെ മണ്ടയ്ക്ക് മസാല കുത്തുക എന്നിട്ട് ഫോൾഡ് ചെയ്യും ഇതുപോലെ എല്ലാ മീനും ചെയ്തെടുക്കണം അറിയാൻ നമ്മൾ ഇങ്ങനെ വെക്കുമ്പോൾ എല്ലായിടത്തും താഴെ വയ്ക്കും അപ്പോൾ നമ്മൾ പൊള്ളിക്കാൻ പോകണം കേട്ടോ അപ്പം വാഴയിലേ ഫോൾഡ് ചെയ്തിട്ട് ഓരോ കരിമീനും പതി അതിനകത്ത് വെക്കാം ഇപ്പം തന്നെ വെക്കുമ്പോൾ തന്നെ ചെറുതായിട്ട് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് എന്താണാവും 2 വെച്ചാൽ മതി അതല്ലേ 2 വെക്കാനുള്ളൊരു പാത്രമേ ഉള്ളൂ നമ്മുടെ ഇരുമ്പിൻ്റെ ചട്ടിയാന്ന് അങ്ങനെ നമ്മുടെ പൊള്ളിച്ചതെല്ലാം റെഡിയായി കേട്ടോ ഇനി 2 കൂടിയുള്ള റെഡിയായി അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കഴിക്കാം ടേസ്റ്റ് ചെയ്യാം കേട്ടോ നമ്മുടെ ഡൈനിങ് ചള്ളാസ് ഉണ്ട് ഇതെന്തോ മാങ്ങ കറി ഇത് മോര് കറി ആ ബീഫ് ഫ്രൈ ക്യാബേജ് തോരൻ ഇതാണോ കരിമീൻ ഗ്രിൽഡ് ഇതെന്തുവാണ് മുളകിട്ടാ മീൻകറി എന്ത് മീനാ ഇത് ഓലക്കൊഴുവ ആഹാ കണ്ടോ അവിടെ സജിനാണെങ്കിൽ ചോറിങ്ങനെ കരിമീൻ വാഴയില പൊള്ളിച്ചത് വന്നിട്ടുണ്ട് എല്ലാം സെറ്റ് കറികളെല്ലാം സെറ്റാണ് കേട്ടോ എല്ലാവരും റെഡി ആയിരിക്കണം കഴിക്കാൻ വേണ്ടി എല്ലാവരും റെഡി ആവാൻ വേണ്ടി ഇരിക്കണം ആരാ ടേസ്റ്റ് ചെയ്തിട്ട് റിവ്യൂ പറയണം അങ്ങനെ പൊള്ളിച്ച് ഓപ്പൺ ചെയ്യാം കേട്ടോ എല്ലാം എടുത്തോണം അവിടെ എടുത്ത് വെച്ചത് അവിടെ പൊട്ടിപ്പോ ചൂടുണ്ടല്ലേ നല്ലൊരു കുക്കായിട്ടുണ്ട് അടിപൊളി പിള്ളേരെ കൊടുക്കണേ സൂപ്പറാണോ പുറക്കറിന്ന് വെച്ച കൊച്ചിനെ അടിച്ച് നോക്ക് തിന്നെ എങ്ങനെ കൂട്ടാം നോക്കി എല്ലാം കഴിച്ചു നോക്കട്ടെ അത് അമ്മയ്ക്ക് അച്ഛനും അവിടെ ഇരുന്നു എപ്പടി അങ്ങനെ വേണ്ട വരാൻ അല്ല അമ്മയ്ക്ക് അച്ഛനും കുറച്ച് തോരൻ വെച്ചേക്കണേ ഞാൻ വെജ് മാറിയല്ലോ സൂപ്പറാ അടിപൊളി അമ്മയെല്ലാം കഴിക്കും എല്ലാം ഇനി ഗ്രില്ല് ചെയ്തൊരു കരിമീനും കൂടി എടുക്കാൻ അമ്മയ്ക്ക് അച്ഛനും തോരൻ പിന്നെ കുറച്ച് കൊടുത്തു ആ കുഞ്ഞെ കിടക്കാനാ ഞാൻ ഡെസ്ക് എടുത്തിട്ട് അതെല്ലാം വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടേക്കോ
അപ്പൊ ഇതായിരുന്നു കേട്ടോ ഇന്നത്തെ കുക്കിംഗ് വീഡിയോ. ഇനി വെയിറ്റ് ചെയ്തില്ല, എനിക്കും കിട്ടത്തില്ല. പിള്ളേരെല്ലാം പോളിഞ്ഞ് തുടങ്ങിയിരിക്കണം. അപ്പൊ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, താങ്ക് യു.